നമസ്കാരം. N4 ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ജില്ലാ കളക്ടറുടെ ഉത്തരവിൽ ടോൾ പിരിവ് നിർത്തിവച്ചിട്ടും ഫാസ്റ്റ് ട്രാക്കിലൂടെ ടോൾ പിരിവ് നടത്തുന്നതിനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. തിരുവമ്പാടി ക്ഷേത്രത്തിലെ പൂരം കൊടിയേറ്റത്തിനുള്ള കൊടിമരം ഒരുക്കങ്ങൾ തുടങ്ങി. കുന്നംകുളത്ത് വടക്കാഞ്ചേരി റോഡിൽ ഇടിമിന്നലിൽ ട്രാൻസ്ഫോമറിന് തീപിടിച്ച് വൈദ്യുതി തടസ്സപ്പെട്ടു. യൂത്ത് കോൺഗ്രസ് ഒല്ലൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒല്ലൂർ MLA ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ശക്തമായ കാറ്റിലും മഴയിലും വൻ നാശം. എരുമപ്പെട്ടി ചിറ്റണ്ടയിൽ വീടിന് മുകളിലേക്ക് മരക്കൊമ്പ് പൊട്ടിവീണു. ശൌചാലയം തകർന്നു. ശതാബ്ദിയുടെ നിറവിൽ ആഘോഷങ്ങൾ അരങ്ങേറിയ ശിശു വിദ്യാപോഷിണി LP സ്കൂൾ ഇനി മുതൽ സർക്കാർ തണലിൽ വിദ്യ പകരും. വാർത്തകൾ വിശദമായി. ജില്ലാ കളക്ടറുടെ ഉത്തരവിൽ ടോൾ പിരിവ് നിർത്തിവച്ചിട്ടും ഫാസ്റ്റ് ട്രാക്കിലൂടെ ടോൾ പിരിവ് നടത്തുന്നതിനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. ടോൾ പ്ലാസയിൽ പ്രതിഷേധവുമായി എത്തിയ പ്രവർത്തകർ കമ്പനിയുടെ ഓഫീസ് താഴിട്ട് പൂട്ടിയ ശേഷം കുത്തിയിരിപ്പ് സമരം നടത്തി. ടോൾ ബൂത്തുകളിൽ വെച്ചിരുന്ന വീപ്പുകൾ പ്രവർത്തകർ വലിച്ചെറിഞ്ഞു. ഓഫീസ് ഉപരോധിച്ച് കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിച്ച പ്രവർത്തകരെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജെറോൺ ജോൺ, നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് പ്രിൻസ് ഫ്രാൻസിസ്, മണ്ഡലം വൈസ് പ്രസിഡന്റ് വൈശാഖ് ഐത്താടൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്. പ്രതിഷേധം 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 യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്. തിരുവമ്പാടി ക്ഷേത്രത്തിലെ പൂരം കൊടിയേറ്റത്തിനുള്ള കൊടിമരം ഒരുക്കങ്ങൾ തുടങ്ങി. തട്ടക തറവാടായ ചിറ്റിലങ്ങാട് മോഹനന്റെ പറമ്പിലെ കവുങ്ങാണ് തിരുവമ്പാടിയിലെ പൂരം കൊടിയേറ്റത്തിനായി മുറിച്ചത്. പതിറ്റാണ്ടുകളായി ഇതേ തറവാട്ടിൽ നിന്നാണ് കൊടിമരത്തിനുള്ള കവുങ്ങ് കണ്ടെത്തി മുറിച്ചെടുക്കുന്നത്. പാരമ്പര്യ തനിമ വിളിച്ചോതുന്ന ചടങ്ങുകളോടെയാണ് കൊടിമരത്തിനുള്ള കവുങ്ങ് മുറിച്ചത്. ലക്ഷണമൊത്ത കവുങ്ങ് കണ്ടെത്തി പൂജിച്ച് തറവാട്ടംഗത്തോട് അനുവാദവും ചോദിച്ച് വാങ്ങിയ ശേഷമാണ് കവുങ്ങ് മുറിക്കുന്നത്. മുറിക്കുന്ന കവുങ്ങ് നിലം തൊടാതെ സുരക്ഷിതമായി താങ്ങി പിന്നീട് തട്ടകക്കാർ ചേർന്ന് സ്വീകരിച്ച് ആനയിച്ച് ക്ഷേത്രത്തിലെത്തിച്ച് ഒരുക്കും. മുറിക്കുന്ന കവുങ്ങിന് പകരം 5 കവുങ്ങിൻ തൈകളും പറമ്പിൽ നട്ടുപിടിപ്പിച്ചു. തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ TA സുന്ദർ മേനോൻ, സെക്രട്ടറി K ഗിരീഷ് കുമാർ, ജോയിന്റ് സെക്രട്ടറി T ശശിധരൻ, വൈസ് പ്രസിഡന്റ് ഡോക്ടർ പ്രശാന്ത് മേനോൻ, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കുന്നംകുളത്ത് വടക്കാഞ്ചേരി റോഡിൽ ഇടിമിന്നലിൽ ട്രാൻസ്ഫോമറിന് തീപിടിച്ച് വൈദ്യുതി തടസ്സപ്പെട്ടു. വടക്കാഞ്ചേരി റോഡിലെ ഗുഡ് ഷെപ്പേർഡിന് മുന്നിലുള്ള ട്രാൻസ്ഫോമറിന് ശക്തമായ ഇടിമിന്നലിൽ തീപിടിച്ചു. ശക്തമായ മഴയോടൊപ്പമുണ്ടായ മിന്നലാണ് അപകടത്തിന് കാരണം. കുന്നംകുളത്ത് നിന്നെത്തിയ അഗ്നിരക്ഷാസേന തീയണച്ചു. അപകടത്തെ തുടർന്ന് മേഖലയിലെ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. KSEB അധികൃതർ സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. നെല്ലുവായി പട്ടാമ്പി റോഡിൽ മരം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി വീണ മരം മുറിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചു. യൂത്ത് കോൺഗ്രസ് ഒല്ലൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒല്ലൂർ MLA ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. യൂത്ത് കോൺഗ്രസ് ഒല്ലൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഒല്ലൂർ MLA റവന്യൂ മന്ത്രി K രാജന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. തുടർന്ന് ജലപീരങ്കി പ്രയോഗിച്ചു. വെക്കേഷൻ കാലമായിട്ടും പീച്ചി ഡാമിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ചും 9 വർഷമായിട്ടും സുവോളജിക്കൽ പാർക്ക് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കാത്തതിനെതിരെയും പീച്ചി ബനാന പാർക്ക് യാഥാർത്ഥ്യമാക്കുക, ഒല്ലൂരിലെ മലയോര പ്രദേശത്തെ വന്യജീവി ആക്രമണങ്ങളിൽ ഉടൻ പരിഹാരം കാണുക, മലയോര ഹൈവേ പൂർത്തിയാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു യൂത്ത് കോൺഗ്രസ് മാർച്ച് സംഘടിപ്പിച്ചത്.
മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുകയായിരുന്നു. തുടർന്നാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. പോലീസിന് നേരെ ചെരുപ്പെറിയുകയും കൊടി വലിച്ചെറിയുകയും ചെയ്ത പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ശക്തമായ കാറ്റിലും മഴയിലും വൻ നാശം. എരുമപ്പെട്ടി ചിറ്റണ്ടയിൽ വീടിന് മുകളിലേക്ക് മരക്കൊമ്പ് പൊട്ടിവീണു. ശൗചാലയം തകർന്നു. ഓട് മേൽക്കൂരയുടെ ഒരു ഭാഗവും തകർന്നു. വടക്കേക്കര വീട്ടിൽ പ്രകാശിന്റെ വീടിന് മുകളിലേക്കാണ് മരം വീണത്. പൂങ്ങോട് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ തേക്കുമരത്തിന്റെ ശിഖരം പൊട്ടിവീണ് വൈദ്യുതി തൂൺ തകർന്ന് സമീപത്തെ കച്ചവട സ്ഥാപനത്തിന് മുകളിലേക്ക് മറിഞ്ഞു. പ്രദേശത്തെ വൈദ്യുതി ബന്ധം പൂർണ്ണമായും തടസ്സപ്പെട്ടു. ശതാബ്ദിയുടെ നിറവിൽ ആഘോഷങ്ങൾ അരങ്ങേറിയ ശിശു വിദ്യാപോഷിണി LP സ്കൂൾ ഇനി മുതൽ സർക്കാർ തണലിൽ വിദ്യ പകരും. സ്കൂളിന്റെ സർക്കാർ വിദ്യാലയ പ്രഖ്യാപനവും ശതാബ്ദി ആഘോഷ സമാപന ചടങ്ങും ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R. ബിന്ദു നിർവഹിച്ചു. MLA E.T. ടൈസൺ അധ്യക്ഷത വഹിച്ചു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകിയും പൊതുവിദ്യാലയങ്ങൾ മികവിന്റെ കേന്ദ്രങ്ങളായി മാറി. സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്കും ഉയർന്ന രീതിയിലുള്ള വിദ്യാഭ്യാസം നൽകുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് കേരളമെന്നും ശിശുപോഷിണി LP സ്കൂളിനെ സർക്കാർ ഏറ്റെടുക്കുന്നതോടെ സർവ്വതലത്തിലുമുള്ള വികസനത്തിനാണ് സ്കൂൾ സാക്ഷിയാവുക എന്ന് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ചടങ്ങിൽ എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ, പ്രധാന അധ്യാപിക K. സരിത, ജില്ലാ പഞ്ചായത്ത് മെമ്പർ സുഗത ശശിധരൻ, എറിയാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൗസിയ ഷാജഹാൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ, ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർമാർ, ഉദ്യോഗസ്ഥർ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു. സമാപന വേദിയാണ്. ഈ വേദിയെ മഹത്തരമാക്കുന്നത് 101 വർഷങ്ങൾ ഇവിടെ പ്രവർത്തിച്ച ഈ വിദ്യാലയത്തെ സർക്കാർ ഏറ്റെടുത്തിരിക്കുന്നു എന്ന പ്രഖ്യാപനം ഈ ചടങ്ങിൻ്റെ ഭാഗമായി നടക്കുന്നു എന്നതാണ്. ഈ വിദ്യാലയം പാഠ്യേതര പ്രവർത്തനങ്ങളിൽ മികവാർന്ന പ്രകടനം കാഴ്ചവെക്കാൻ തക്ക വിധത്തിൽ വിദ്യാർത്ഥികളെ രൂപീകരിച്ചെടുക്കുന്നതിൽ ശ്രദ്ധാപൂർവം പ്രവർത്തിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. സ്വർണ്ണവില 40 രൂപ കൂടി ഗ്രാമിന് 8,980 രൂപ, പവന് 71,840 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലാ കളക്ടറുടെ ഉത്തരവിൽ ടോൾ പിരിവ് നിർത്തിവച്ചിട്ടും ഫാസ്റ്റ് ട്രാക്കിലൂടെ ടോൾ പിരിവ് നടത്തുന്നതിനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. തിരുവമ്പാടി ക്ഷേത്രത്തിലെ പൂരം കൊടിയേറ്റത്തിനുള്ള കൊടിമരം ഒരുക്കങ്ങൾ തുടങ്ങി. കുന്നംകുളത്ത് വടക്കാഞ്ചേരി റോഡിൽ ഇടിമിന്നലിൽ ട്രാൻസ്ഫോമറിന് തീപിടിച്ച് വൈദ്യുതി തടസ്സപ്പെട്ടു. യൂത്ത് കോൺഗ്രസ് ഒല്ലൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒല്ലൂർ MLA ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ശക്തമായ കാറ്റിലും മഴയിലും വൻ നാശം. എരുമപ്പെട്ടി ചിറ്റണ്ടയിൽ വീടിന് മുകളിലേക്ക് മരക്കൊമ്പ് പൊട്ടിവീണു. ശൗചാലയം തകർന്നു. ശതാബ്ദിയുടെ നിറവിൽ ആഘോഷങ്ങൾ അരങ്ങേറിയ ശിശു വിദ്യാപോഷിണി LP സ്കൂൾ ഇനി മുതൽ സർക്കാർ തണലിൽ വിദ്യ പകരും. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.